നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തുവാ ചോദിക്കാൻ വരുമായിരുന്നു. ഇന്നത്തെ വീഡിയോ പച്ചക്കറി അന്വേഷണം. കുറച്ച് വെജിറ്റബിൾസ് കാണിക്കും, എന്നിട്ട് അതിന്റെ പേരുകൾ നിനക്കറിയാവോ? നിനക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കാം. അപ്പോൾ അത് പനിയൊക്കെ എല്ലാവരുടെയും ഒന്ന് മാറി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഒരു സൗണ്ടിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം കുറച്ച് പച്ചക്കറികൾ കാണിക്കുക, അതിൻ്റെ പേരുകൾ പറയണം. ഒന്നാമത്. രണ്ട്, ഞാൻ ഓരോ പച്ചക്കറികൾ കാണിക്കുന്നത് ഓർഡർ അനുസരിച്ച് പിന്നീട് അതിൻ്റെ പേര് ഞാനിപ്പോൾ ഓരോന്ന് ഓർഡർ അനുസരിച്ച് കാണിക്കും, അതിൻ്റെ പേരും പറയും. അപ്പം ഞാൻ ആദ്യം ഒന്നാമത് ഇത് കാണിച്ചു, രണ്ടാമത് ഇത് കാണിച്ചു, ഒരു മെമ്മറി ടെസ്റ്റ് പോലെ. അപ്പം ഞാൻ ചോദിക്കും രണ്ടാമത് ഞാൻ ഏത് പച്ചക്കറിയാണ് കാണിച്ചേന്ന് ഞാൻ ചോദിക്കും. അങ്ങനെ മനസ്സിലായോ? അത് ഞാൻ കാണിച്ചാൽ എനിക്ക് എന്താണ് ഗുണം? ഗുണം ഒരു സംഭവം അത് ലാസ്റ്റ് ഞാൻ കാണിക്കും. അതിപ്പം പറയത്തില്ല. കറക്റ്റായിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ ഒരു 500 rupees തരുന്നതായിരിക്കും. മതി അത് ചെയ്യിച്ചത്. അപ്പോൾ ശരിക്കും കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തരുന്നതായിരിക്കും. എന്തോ എന്നെ വിശ്വാസം ഇല്ലേ നിനക്ക്? വിശ്വാസം പറഞ്ഞില്ല. കറക്റ്റായിട്ട് വേണ്ട, കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ തട്ടില്ല. പറഞ്ഞില്ലെങ്കിൽ ഇതിന് വേണോ? പറഞ്ഞില്ലെങ്കിൽ ഇത് എനിക്കാ. ഇത് അച്ചാച്ചൻ്റെ ഞാൻ വഴക്കിട്ട് മേടിച്ചതാ. കാണിക്കട്ടെ സംഭവം. പിന്നെ കള്ളനോട്ടടി, അത് ഒറിജിനൽ നോട്ടാ. ചുമ്മാ വേണ്ടാതിനാ പറയാതെ ആൾക്കാർ. മത്തി പടയ്ക്കുന്ന മത്തിയ. ഓക്കെ, മതി മതി, കണ്ടത് മതി. ഇങ്ങോട്ട് നോക്കട്ടെ. റിസർവ് ബാങ്ക് ആണ്, ചൈൽഡ് ബാങ്ക് വല്ലതും ആണെങ്കിലേ. ചൈൽഡ് ബാങ്ക് കള്ളനോട്ട്. ചൈൽഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. കള്ളനോട്ട്, ചിൽഡ്രൻ ബാങ്ക് ഓഫ് ഇന്ത്യ. എടി അത് കള്ളനോട്ടല്ല, പിള്ളേരെ ചുമ്മാതെ കടയിലൊക്കെ വിൽക്കാൻ വന്നിട്ടുണ്ട്. നിന്റെ ഇരിക്കണ്ട, എനിക്കുണ്ടെന്നാ മതി. അല്ല, കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പറയുമ്പോ ഇടയ്ക്ക് ഇവിടെ എന്തോ പ്രാർത്ഥിക്കുന്നേ? എന്തോ കൊടുക്കുവോ? പ്രാർത്ഥിക്കുമായിരുന്നോ? എന്തോ പ്രാർത്ഥിച്ചേ? രണ്ട് കാര്യം ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ നീ പ്രാർത്ഥിച്ചു. എന്തുവായിരുന്നു? സംബന്ധപ്പെട്ട കാര്യം. അതിപ്പോ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച സാധനം ഇത് കഴിഞ്ഞു. എന്തോ അങ്ങനെ എന്തോ ഒന്നും പറയേണ്ടത് കേക്ക്. ഫസ്റ്റ് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു? ഫസ്റ്റ് പ്രാർത്ഥിച്ചത് എനിക്ക് 500 രൂപ കിട്ടണേ ദൈവമേന്ന്. ശരി. സെക്കൻഡ് എന്തായിരുന്നു? സെക്കൻഡ് പ്രാർത്ഥിച്ച ഈ വീഡിയോ എങ്കിലും ഒന്ന് കേറണേന്ന്. അതിനെന്തോ ചെയ്യണമെന്നറിയോ? ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഞാനെല്ലാ ദൈവത്തിന് എന്റെ എല്ലാ ദൈവമ്മേന്നൊക്കെ. ഇതാരാന്നറിയോ? ഒരാളുണ്ട്. അതാരാന്ന് ഞാൻ പറയട്ടെ? യൂട്യൂബ് ഭഗവാൻ. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, യൂട്യൂബ് ഭഗവാൻ എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞ്. നീ ഇങ്ങനെ പ്രാർത്ഥിക്കാതെ ചുമ്മാ ഞാനൊരു തമാശക്ക് പറഞ്ഞതാണ്. പോട്ടെ. അല്ല, നേരത്തെയൊക്കെ നന്നായിട്ട് വീഡിയോ ഒക്കെ കയറിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇടാൻ പറ്റാത്ത കുറച്ച് നാൾ വന്നപ്പോൾ അങ്ങനെ കയറാറ് വന്നെന്നുള്ളൂ. അല്ല, നേരത്തെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതൊന്നും സാരമില്ല, ഒക്കെ കയറിക്കോളും. ബി ഹാപ്പി. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾ വിചാരിക്കും ഭയങ്കര വായനക്കാരിയാണ്. ശരി. അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ. റെഡി ആയിക്കോളും. അപ്പം ആദ്യം കാണിക്കൂ, എന്തൊക്കെ വെജിറ്റബിൾസ് എടുത്ത് വെച്ചേക്കുന്ന എടുത്ത് കാണിക്കൂ. നീ ഇത് ലാസ്റ്റ് ഇതുകൊണ്ട് എന്നെ അമ്മ
കറിക്കരിഞ്ഞിട്ട് വിടുവത്തുള്ളൂ എന്ന് എനിക്കറിയില്ല. അതാണ് എന്റെ ഉദ്ദേശം. എനിക്കറിയാം കറിവേപ്പിലയാന്ന് കേട്ടാ. കറിവേപ്പില വെച്ച ഒരു ഗുമ്മിനി ഞാൻ വെച്ചേക്കുന്നത്. നല്ല ഇതായിട്ട് ഒരു ഇതുപോലെ ഒളിച്ചു വെച്ചേക്കുന്നുണ്ട്. എനിക്കറിയാം കറിവേപ്പില. ഞാൻ തന്നെ ഓരോന്നെടുത്ത് പറയട്ടെ. അപ്പൊ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടല്ലോ. അപ്പം ഓരോന്നിന്റെ പേര് പറയൂ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഓരോന്നിന്റെ പേര് പറഞ്ഞേ. ഇത് കറിവേപ്പില. അത് അറിയാം എല്ലാവർക്കും. ഓക്കെ, അടുത്തത്. എന്നാലും എന്റെ അമ്മ ഈ കറിവേപ്പില കൊണ്ടുവച്ചു. എനിക്ക് അറിയത്തില്ലെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, അതൊന്നും ഒരു ഗുമ്മിനി ഞാൻ കൊണ്ട് വെച്ചാണ്. എന്താണ് ഇത്? കിഴങ്ങ്. അല്ല, ഇതിന്റെ പേര് എനിക്കറിയായിരുന്നു. മുട്ടക്രോസ്. മുട്ടക്രോസ് അഥവാ ക്യാബേജ്. ഓക്കെ. ഇത് അത് വഴുതനങ്ങ. എനിക്കറിയാം. ഇത് നമ്മുടെ വെണ്ടയ്ക്ക. കോവയ്ക്ക. ഇപ്പം വിചാരിക്കും കോവയ്ക്കൊക്കെ തന്നെ ഇത്ര നീളമാണ്. കോവയ്ക്ക. ഇത് ക്യാരറ്റിന്റെ എങ്ങാണ്ട് പകുതി പീസ്. 2 പയർ. വാളരിപ്പയർ. വാളരിപ്പയറല്ലത്, സാദാ പയർ. സാദാ പയർ. ഇത് രണ്ടും ബ്രിഞ്ചാളാണ്. പക്ഷേ അത് തന്നെ സംഭവം. 2 കുടുംബത്തിലുള്ള പിള്ളേരാ. അത് തന്നെ. അടുത്തത് ഇത് സബോള. മറന്നു പോന്നു. ഇത് നമ്മൾ തോരനൊക്കെ വെക്കുന്ന. അല്ല, എനിക്ക് അറിയാം. ഞാൻ മറന്നു. അറിയാമെങ്കിൽ പറഞ്ഞു. ബീട്രൂട്ട്. കറക്റ്റ്. അടുത്തത് വെള്ളരിക്ക. പൈസ പോകും. ഇല്ലില്ല, എന്റെ മൊത്തം പറഞ്ഞ ഞാൻ പറയുമ്പോ അമ്മ എന്തിനാ ഇടയ്ക്ക് കയറുന്നേ? ഞാൻ ആലോചിച്ച് വെച്ചോണ്ടാ എടുക്കുന്നേ. അപ്പഴത്തേക്ക് അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് വെള്ളരിക്ക എന്നൊക്കെ പറയുമ്പോ ഞാൻ പേര് മറന്നു പോകും. ഞാൻ അങ്ങനെ പറയും, ഇനിയും പറയും. നിന്നെ ഞാൻ തെറ്റിക്കും. ഇനി തെറ്റിക്കാനൊന്നുമില്ല. തീരായി. ഇതാണ് കുമ്പളങ്ങ. പടവലങ്ങ. അല്ല, ഇനി ഈ ഒരു പ്രാവശ്യം കൂടെ ഉള്ളു. പിന്നെ അല്ലെങ്കിൽ പൈസ 1 രൂപ പോലും കിട്ടത്തില്ല. പടവലങ്ങ. ഇപ്പൊ പിന്നെ നീ കാണിച്ച എന്ത് വരുന്നത് അതിന് മുന്നേ? ഇത് പടവലങ്ങ. ഇത് നമ്മള് ഇതിനകത്തൊക്കെ ഇടുന്നത്, അവിയലിനകത്തൊക്കെ ഇടുന്ന സാധനമാണ്. സാമ്പാറിനകത്ത്. സമയം പൊക്കോണ്ടിരിക്കുവാണേ, ഒത്തിരി സമയമൊന്നും ഇല്ലേ. ഇതല്ലേ കണി വെക്കുന്നേ? കണി വെക്കുന്നേ. കണി വെള്ളരിങ്ങ. അന്ത സാധനമല്ലയോ ഇന്ന സാധനം. അതെ, അമ്മയുടെ പൈസ. അടുത്തത് ഇനി എത്രണ്ണം ഉണ്ട് പറയാൻ? 3 എണ്ണം കൂടി. ഇതും പടവലങ്ങയുടെ ആരാണ്ടായിട്ട് വരും അല്ലേ? അല്ലേ? ഇത് ഇത് എനിക്ക് അറിയത്തില്ല. ഒരു ക്ലൂ തരാം. തടിയുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. തടിയോ? അതെന്തോ ഇതിന് നല്ല തടിയുണ്ട്. അപ്പൊ അതിനോട് മാച്ചുള്ള ഒരു പേരാ. തടിയാണോ? തടവോ? തടവല്ല. പേടി 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 വിസ പോയേ. അങ്ങനല്ല, അങ്ങനെ പോയേ 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 പോയേ. ഇതും വെള്ളരിക്ക പോലത്തെ എന്തോ ആണ്. അതിന്റെ പേര് പറ. വെള്ളരിക്കയുടെ ആരാണ്ടല്ലേ? വെള്ളരിക്കയുടെ വകയിലൊരു വല്യച്ഛന്റെ കുഞ്ഞി. വല്യച്ഛന്റെ കുഞ്ഞല്ല, വല്യച്ഛന്റെ മോളുടെ
മോളായിട്ട് മഹിളാമണി പേര്. പറ പേര് പറ, അറിയാമെങ്കിൽ പറ, ഞാനൊരു ക്ലൂ തരാം. ഇതാണോ നമ്മുടെ വീട്ടിലുണ്ടായത്? ഏളിലുണ്ടാക്കിയിരുന്നത്? അത് കുമ്പളങ്ങ. അപ്പൊ കുമ്പളങ്ങയുടെ ആരിലുമാണോ? കുമ്പളങ്ങയുടെ ചേനയുടെ ആര് വലുത്. ഇതിന്റെ പേര് ചേന തന്നില്ല കേട്ടോ. ഇതിന്റെ പേര് തടി കൂട്ടിയൊരു പേരാ. തടിയോ? തടി കൂട്ടിയൊന്നും പേരുള്ള പച്ചക്കറി ഒന്നുമില്ല. പോവാമേ. ഉണ്ടെന്ന്. ഇല്ല. എന്നാ ഞാൻ പറയുമോ അതിന്റെ പേര്? നിനക്ക് അറിയത്തുമില്ല പിന്നെ നീ ഒരെണ്ണത്തിന് വിട്ടുവീഴ്ചത് തടിയങ്ക. തടിയങ്ക എവിടൊക്കെ പറഞ്ഞു? തടിയങ്ക. ഇതാ. ഓ, തടി തടി പറഞ്ഞു. തടി കേട്ട് ഞാനൊന്നും കേട്ടിട്ടില്ല. ഒരു കാര്യം കൂടി ചേർത്താ മതിയായിരുന്നു. തടിയങ്ക അത് പോയേ. പക്ഷെ ഇത് കായല്ല, പൂവാണ്. ഇത് കായല്ല. ഈ അമ്മയ്ക്ക് അറിയാത്തോണ്ട് വേറെ എന്തോ പറയണത്. കായല്ലത്. കായല്ല, എനിക്കറിയാം. അടുത്തത് ചേന. ശരിയാ, ചേന പോലൊക്കെ ഉണ്ട്. ചേന ആണോ? അല്ല, ചേനക്ക് ഈ കളറല്ല. ചേനയില് മണ്ണ് വരളു. അറിയാലോ. എന്നാ ഇതിന്റെ പേര് കപ്പ. കപ്പയിലൊക്കെ മണ്ണുള്ളതാ. കപ്പ പിന്നെ ഇങ്ങനെ നീണ്ടു നിൽക്കും. ഇത് ഇച്ചിരി ഉള്ളത് കൊണ്ട് പറയാൻ പറ്റത്തില്ല. അയ്യോ, ഇപ്പൊ മുഴുവനെ കാണിച്ചിരുന്ന ഇപ്പൊ അങ്ങ് പറഞ്ഞേ. മുഴുവനെ കാണിച്ച ഞാൻ പറയും. ഇച്ചിരി നീളത്തിൽ വേണം. അത് ശരി. കാമത്തി ചിരിയേ ഉള്ളു. എന്നാ ഒരു കാര്യം ചെയ്, അതറിയത്തില്ലേ, അവിടെ സുല്ലിട്ട് അവിടെ വെക്ക്. ഇല്ല, പിന്നെ ഞാൻ വെക്കത്തില്ല. പിന്നെ ഈ പിടിച്ചു വെച്ചോണ്ടിരുന്നിട്ട് എന്തെടുക്കാനാ? അറിയാൻ വയ്യാത്ത സാധനം. എനിക്കിതെന്തോ അറിയാമായിരുന്നു, മറന്നു പോയതാ. ഇത് ഇച്ചിരി ഉള്ളൂ, ഇത്രയും വെച്ചിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആർക്കും പറ്റില്ല. എന്നാ ഒരു ക്ലൂ തരാം. കാളകിടക്കും കയറോടും. ആണോ? എനിക്ക് തോന്നുന്നു അങ്ങനെ മത്തങ്ങയ്ക്ക് അങ്ങനെ ഇതുണ്ടെന്ന് പറയുന്നത്. കാളകിടക്കും. എനിക്കറിയത്തില്ല, നീ മത്തങ്ങയാണ്. ഇപ്പോ ആ ഒരു സെക്ഷൻ എന്താണ്, വെജിറ്റബിൾസിന്റെ ഒക്കെ പേര് പറയുന്നത് കഴിഞ്ഞു. അടുത്തത് ഓരോരോ പച്ചക്കറി എടുത്ത് ഞാൻ കാണിക്കും. ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത്, അങ്ങനെ. അപ്പം ഒന്നാമത് ഏതാ കാണിച്ച്, രണ്ടാമത് ഏതാ കാണിച്ചെന്ന്, മൂന്നാമത്, അങ്ങനെ ഉള്ള ഓർഡർ അനുസരിച്ച് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഓർഡർ അനുസരിച്ച് നീ കാണിക്കണം. അതെന്താണ്, ഒരു മെമ്മറി ടെസ്റ്റാണ്. കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്ന സംഭവം അല്ലേ? സാരമില്ല, നീ കൊച്ചുകുട്ടിയല്ലേ. എത്രല്ല പഠിച്ചെന്നേ? കൂക്കേജിയിലാണോ? കൊച്ചിന്റെ പേരെന്തുവാ? കിങ്ങിനി. അപ്പൊ ശരി, തുടങ്ങിയാലോ? ഓക്കേ. 1 പടവലങ്ങ, 2 ബീട്രൂട്ട്, 3 വഴുതനങ്ങ, 4 ക്യാരറ്റ്, 5 ക്യാബേജ്. ഇല്ല, ഇപ്പൊ അത് 5 എണ്ണം അല്ലേ ആയുള്ളു. ഒരു 3 എണ്ണം കൂടെ തരാം. അത് വെച്ചോ. തന്നിട്ട് നീ പൊക്കൊന്നും എടുത്ത് വെക്കുവോ? 6 തടിയങ്ക, 6 തടിയങ്ക, 7 വെള്ളരിക്ക. മതിയോ? 7. അത് മതി, 7 എണ്ണം മതി. ഓക്കെ. അപ്പം എനിക്കൊരു മിനിറ്റ്, ഞാൻ ഉറക്കം വരുന്നോ? അപ്പോഴേ
കഴിഞ്ഞിട്ട് 500 രൂപ മേടിച്ചിട്ട് വേണം സ്വസ്ഥമായിട്ട് പോയി കിടന്നു. അപ്പൊ ഞാൻ 4ാമത് കാണിച്ചത് ഏതായിരുന്നു? 4ാമത്. ഞാൻ നോക്കിയെടുത്തോട്ടെ. നോക്കിയെടുത്തോ. ഓക്കെ. അപ്പൊ ഇനി ഒരെണ്ണം കൂടെ ഞാൻ ചോദിക്കുന്നുള്ളേ. രണ്ടാമത് കാണിച്ചത് ബീട്രൂട്ട് അല്ലേ? കാണിക്കേ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളു. അപ്പം വിജയിച്ചിരിക്കുന്നു. അയ്യോ, ഒരു പാട്ടൂടെ പാടണം. അത് നേരത്തെ പറഞ്ഞിട്ടില്ല. ഓക്കെ, റെഡി. അപ്പൊ എന്താണ്? അപ്പം ഈ ഗെയിമിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിരിക്കുന്നത് കൊണ്ടും പൈസ തരാമെന്ന് പറഞ്ഞത് കൊണ്ടും അപ്പൊ ശരി, എളുപ്പം എന്ന് പറഞ്ഞ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. സെക്കൻഡ് വൺ യൂട്യൂബ് ദൈവമേ കേട്ടി വിടേ. ഇങ്ങനെ എനിക്ക് 500 രൂപ കിട്ടി. എന്തെടുക്കാൻ 500 രൂപ? ലേസ് മേടിക്കാനായിരിക്കും. ഞാൻ ലേസ് മേടിച്ച ആകാശം മുട്ടേക്കാണ് പാക്കറ്റ്. അതിന് സാധനം താഴെ കിടക്കും, അത് വേറെ കാര്യം. അപ്പം ഇപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഔട്ട്. ടാറ്റാ.